യൂട്യൂബർ രൺവീർ അല്ലബാദിക്ക് ആശ്വാസം. ദ രൺവീർ ഷോ പുനരാരംഭിക്കാൻ സുപ്രീം കോടതി ഉപാധികളുടെ അനുമതി കൊടുത്തു. പോഡ്കാസ്റ്റ് ഷോകൾ എല്ലാ പ്രായത്തിലുമുള്ള പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലാകണമെന്ന് സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ച വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. ബൽറാം, കേൾക്കാൻ കഴിഞ്ഞോ? ഡൽഹിയിലായിട്ട് അങ്ങ് ഉയരത്ത് അങ്ങ് ഡൽഹി കേൾക്കുന്നപോലെ പറയണമെന്ന് തോന്നുന്നു. ഈ യൂട്യൂബർ രൺവീർ അലഹബാദിക്ക് സുപ്രീം കോടതിയിൽ നിന്നും വലിയ ആശ്വാസം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദ രൺവീർ ഷോ എന്ന അദ്ദേഹത്തിന്റെ ഷോ പോഡ്കാസ്റ്റ് പുനരാരംഭിക്കാനാണ് സുപ്രീം കോടതി ഉപാധികളോടെ അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന്റെ ഈ പോഡ്കാസ്റ്റ് വിവാദമായ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും കടുത്ത വിമർശനം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. ഇത് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് ഷോയിൽ വലിയ പരാമർശങ്ങൾ എന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അത് ധാർമ്മികമായും മറ്റ് മൂല്യങ്ങളും പാലിക്കുന്നതാണോ എന്നതടക്കമുള്ള പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നു. തുടർന്ന് എന്നാൽ അദ്ദേഹം ഈ പോഡ്കാസ്റ്റ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള കഴിഞ്ഞ തവണത്തെ സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പുതിയ അപേക്ഷ നൽകുകയായിരുന്നു സുപ്രീം കോടതിയിൽ. പോഡ്കാസ്റ്റ് ഷോകൾ മാത്രമാണ് തന്റെ ഏക ഉപജീവന മാർഗം എന്നും ഒപ്പം തന്നെ 280ഓളം ജീവനക്കാർ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി ഉപാധികളോടെ അദ്ദേഹത്തിന് ഷോകൾ പുനരാരംഭിക്കാൻ അനുമതി നൽകിയത്. പോഡ്കാസ്റ്റ് ഷോകൾ എല്ലാ പ്രായത്തിലുമുള്ള പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന തരത്തിൽ ആകണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ ധാർമ്മികതയും മാന്യതയും ഇടയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പു നൽകണം എന്നുമാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്.